ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീസ് വ്ലോഗ്. അപ്പം ഇച്ച 3 ദിവസത്തിൻ്റെ ഒരു ട്രിപ്പ് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ അതുപോലെ തന്നെ വീട്ടിലും പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഒരു ദിവസം എങ്ങനെ ഇരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം ഇച്ച കൊണ്ടുപോയ വേഗണത് അപ്പോൾ കുറേ കഴുകാത്ത ഡ്രസ്സുകളും സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഷൂ ഒക്കെ ഞാൻ വേറെ ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിന്ന് ഇതൊക്കെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്, എൻ്റെ വീട്ടിൽ പോയി വന്നാൽ പിറ്റേ ദിവസം എനിക്ക് എങ്ങനെയായിരിക്കും, അതൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം നമുക്ക് വീഡിയോയിൽ പോവാം. പൊന്നിവിടെ കിള്ളീനൊക്കെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ. ഞാനിവിടെ അലക്കിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ അലക്കിയതാണ്, പക്ഷെ ഇച്ചാടെ ഡ്രസ്സിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ഇത് ഞാനിട്ടുണ്ടെന്നത്. പിന്നെ ഇത് ഡ്രസ്സിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് സ്മെല്ലൊക്കെ ഉണ്ട്, അലക്കാത്ത ഡ്രസ്സിൻ്റെ ഉള്ളിലിട്ടിരുന്നു. അപ്പോൾ അതേ ഇവിടെ അലക്കിക്കൊണ്ടിരിക്കുന്നു. വാഷിംഗ് മെഷീൻ മുകളിലാണ് കേട്ടോ. അപ്പം ഞാനിത് വാഷിംഗ് മെഷീനിൽ ഇടാൻ വന്നപ്പോൾ തന്നെ പൊന്നു എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. മാമി താഴത്തോട്ട് പോകുമ്പോൾ ഞാനും ഉള്ളൂ എന്നാണ് പറഞ്ഞുള്ളത് കേട്ടോ. ഇത് ഇച്ചാടെ ഗ്ലൗസ്, ക്യാപ്പ്, ഹെൽമെറ്റ് അതൊക്കെ ഞാൻ കഴുകിയിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഞാൻ കൊണ്ടുപോയ ബാഗ്, ഇച്ച കൊണ്ടുപോയ ബാഗ്, പിന്നെ ഞാൻ 2 ബാഗ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഈ സൈഡ് ബാഗ് ഉണ്ടായിരുന്നു. ഇത് വൈറ്റ് ബാഗ് കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കഴുകേണ്ടതുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇന്നും അതിൻ്റെ കൂടെ കഴുകാമെന്ന് വിചാരിച്ചെടുത്തതാണ്. അപ്പം ഞാൻ വീട്ടിലേക്ക് ചാർജർ, അതുപോലെ തന്നെ മൊബൈൽ, എല്ലാ സാധനങ്ങളും ഞാൻ ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടാണ് പിന്നെ ഞാനിതൊക്കെ കഴുകാനെടുക്കുന്നത്. എക്സ്ട്രാ പേഴ്സ് അതിൽ വെക്കും കേട്ടോ. കാരണം എല്ലാം കൂടി അതിൽ ഇടണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പേഴ്സ്, അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു വേറൊരു പേഴ്സിലാണ് വെക്കുന്നത്. പിന്നെ അല്ലറ ചില്ലറ എല്ലാവരും ബാഗിലുണ്ടാവണ പോലെ എയർപോഡ്, സ്പ്രേ, ചാർജർ, ഫേസ് വാഷ്, ബാൻഡേഡ്, പിന്നെ ചോക്ലേറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ ബാഗിലുണ്ട്. അപ്പോൾ ബാഗൊക്കെ കാലിയായിട്ടുണ്ട്. ഇനി ഇതൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് കഴുകിയിടാം. അപ്പം ഞാൻ എൻ്റെ 3 ബാഗ് കൊടുത്തിട്ടുണ്ട്. ഇച്ച ഇട്ടുണ്ടോയ 2 ഷൂ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊന്നും ബൂട്ടാണ് കേട്ടോ, അത് ഞാൻ സെപ്പറേറ്റ് കഴുകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ബാഗ് ഞാൻ കഴുകി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ബാക്കി 2 ബാഗ് ഉണ്ട്, 2 ഷൂ ഉണ്ട്. ബാഗൊക്കെ ഓൾറെഡി നമുക്ക് സോപ്പും വെള്ളത്തിലിട്ട് മുക്കി വെച്ചതിന് ശേഷം കുറച്ച് നേരം എടുത്ത് കഴുകിയാൽ മതി. പക്ഷെ അത്രയ്ക്ക് അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇതേപോലെ തന്നെ ബാംഗ്ലൂർ പോയപ്പോൾ ആ ഒരു ട്രിപ്പ് കഴിഞ്ഞപ്പോൾ വന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പിന്നെ എപ്പോഴെപ്പോഴും എടുക്കണ ബാഗല്ല, അപ്പോൾ അധികം അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ എന്നാലും വണ്ടിയിൽ വന്നിട്ടുള്ളതിൻ്റെ പൊടിയും പിന്നെ മഴയത്ത് ഞങ്ങൾ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണങ്ങാതൊക്കെ വെച്ചാൽ പിന്നെ സ്മെല്ലൊക്കെ വരുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനപ്പോൾ എന്തായാലും കഴുകുമ്പോൾ 3 ബാഗും കൂടിയും കഴുകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ 3 ബാഗും കൊണ്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അഴുക്ക് അത്രയ്ക്ക് ഇല്ലെങ്കിലും നമുക്ക് എന്നാലും ജസ്റ്റ് കഴുകിയിടാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. സോപ്പും വെള്ളത്തിൽ കുറച്ച് നേരം ബാഗൊക്കെ ഇട്ട് വെക്കണമെന്ന് വെച്ചാൽ നല്ല അഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ ആ അഴുക്കൊക്കെ പോകുന്നതാണ്. അതെനിക്കറിയാം, പക്ഷേ ഇത് അധികം അഴുക്കില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. വൈറ്റ് ബാഗിന് ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴുകുന്നുണ്ട്. അങ്ങനെ നമ്മളെ ബാഗും സംഭവങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഇച്ചാടെ 2 ഷൂ ആണ്. അപ്പോൾ അതിൻ്റെ ലേസും കാര്യങ്ങളൊക്കെ അഴിച്ച് പിന്നെ നമുക്ക് ഫുള്ളായിട്ട് വൃത്തിയാക്കണം. നല്ല ചളി ഉണ്ടായിരുന്നു 2 ഷൂലും. ഈ 2 ഷൂലും ഞാൻ ഒരെണ്ണം വെഡ്ഡിങ് ആനിവേഴ്സറിക്കും ഒരെണ്ണം ബർത്ത്ഡേക്കും അങ്ങനെ വാങ്ങിക്കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആദ്യം കഴുകി വൃത്തിയാക്കുന്നുണ്ട്. എന്നിട്ടാണ് പിന്നെ ഷൂ കഴുകാൻ നിൽക്കുന്നത് കേട്ടോ. ഇനി ഷൂ എന്തായാലും കഴുകുമ്പോൾ ആ ബാഗുമൊക്കെ ചളി തെറിക്കണായിരുന്നു. ഞാനിനി ബാഗും നമ്മളെ ലേസൊക്കെ കഴുകിയിട്ടുള്ളത് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. എന്തായാലും മേലൊക്കെ കൊണ്ടുപോകണം. മേലിലാണ് ഞാൻ ഒക്കെ എടുത്തിടുക. ഷൂ കഴുകാനുള്ള സാമഗ്രികളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഷൂ ഒക്കെ ഉരച്ച് കഴുകാം. അപ്പോൾ നല്ല ചളി ഉണ്ടായത് തന്നെ ബ്രഷും പിന്നെ അതുപോലെ തന്നെ സ്പോഞ്ചും വെച്ചിട്ടാണ് ഞാനിപ്പോൾ കഴുകുന്നത് കേട്ടോ. ചകിരിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം കഴിക്കിരുന്നത്, പിന്നെ ഞാൻ അതിൽ നിന്നൊക്കെ മാറി ഇപ്പം ഞാൻ ബ്രഷൊക്കെ എടുത്ത് അങ്ങനെ അടിപൊളിയായിട്ട് കഴിക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല ചളി ഉണ്ടായിരുന്നത് എന്തായാലും നല്ല ഓൾമോസ്റ്റ് ചളിയൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് വൈറ്റ് എന്നുള്ളത് വൈറ്റ് തന്നെ ആയിരിക്കണം. അപ്പോൾ അത്ര വരെ ഞാൻ ഉരച്ച് കഴുകും. അപ്പോൾ എന്തായാലും 2 ഷൂ ഒക്കെ നല്ല മിനുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഷൂവിൻ്റെ കഴുകലും പരിപാടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് മുകളിൽ പോവാം. ഞാൻ പറഞ്ഞില്ല മുകളിൽ നല്ല വെയിലുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഞാൻ മുകളിൽ തന്നെയാണ് കേട്ടോ വെക്കാറ്. അപ്പോൾ ഞാൻ ഓരോന്നൊക്കെ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ വെയിലിൽ തന്നെ ഫുള്ളായിട്ട് ഉണങ്ങുമെന്നൊന്നും അറിയില്ല, എന്നാലും നമുക്ക് നോക്കി വെക്കാം. പിന്നെ അതുപോലെ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അതൊക്കെ 2 ദിവസത്തിന് അല്ലെങ്കിൽ സ്മെല്ല് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ദിവസം വെച്ചിട്ട് ഉണക്കാറാണുള്ളത്, നല്ല വെയിലുണ്ടെങ്കിൽ പോലും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ കഴുകി വെച്ച ബാഗൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ബാഗൊക്കെ ഒരു ദിവസം കൊണ്ടൊക്കെ ഉണങ്ങി കിട്ടും കേട്ടോ. അങ്ങനെ 3 ബാഗും ഉണക്കാനൊക്കെ ഇട്ട് ഇനി ഞാൻ അടുത്ത് വരുന്നത് റൂമിലേക്കാണ്. 3 ദിവസമായാലും നമുക്ക് നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ പൊടിയൊക്കെ നല്ലോണം തുടച്ച് മാറ്റണം. അപ്പോൾ കട്ടിലൊക്കെ ആദ്യം ഞാൻ തുടച്ച്, പിന്നെ അതുപോലെ തന്നെ ജനലിൻ്റെ അവിടെയൊക്കെ നല്ല പൊടി ഉണ്ടാവും. ഹെയർ റോളൊക്കെ അടച്ചിട്ടുണ്ടെങ്കിലും ഏത് വഴി കൂടെയാണ് ഈ പൊടികളൊന്നും വരുന്നതെന്നും പറയാൻ പറ്റില്ല കേട്ടോ. കാരണം എപ്പോഴും ജനലൊക്കെ ഇതേപോലെ ഇങ്ങനെ തുടച്ചെടുക്കണം. ഇപ്പം ജനലും അതുപോലെ തന്നെ കട്ടിലിൻ്റെ സൈഡും കട്ടിലൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കർട്ടനൊക്കെ ഇട്ടിട്ട് വേണം നമ്മളെ ബെഡ്ഷീറ്റ് മാറ്റാൻ. ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞത് ഞാൻ പോയാൽ ചില പൂച്ചനൊക്കെ ഇങ്ങനെ വന്ന് കിടത്താറുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വന്നാൽ എന്തായാലും ഞാൻ ആ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിടും. പക്ഷെ ഇതിപ്പോൾ ഞങ്ങൾ 2 ആളുണ്ടായിരുന്നിട്ടൊന്നുമില്ല. പക്ഷെ എന്തായാലും ഞാൻ വിചാരിച്ച് എന്തായാലും ഫുള്ളായിട്ട് ക്ലീൻ ആക്കണമല്ലോ. അപ്പം എന്നാൽ പിന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി അലക്കി ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊക്കെ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് മാറ്റി കേട്ടോ.
എൻ്റെ ഒരു ട്രിപ്പ് അലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ട് ഞാൻ നേരെ ഇട്ട് കൊടുക്കണ കഴിച്ചത്തെ അടുത്ത ഒരു ട്രിപ്പ് അലക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ചെയ്യുമ്പോഴും പൊന്നു എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. വീഡിയോയിൽ കാണുന്നില്ല എന്നുള്ളൂ, പക്ഷെ പൊന്നു എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നടക്കുന്നുണ്ട്. കട്ടിലൊന്ന് ചേഞ്ച് ചെയ്ത് ഇടണമെന്നുണ്ട്, കാരണം കുറച്ചധികം ദിവസമായി ഈ ഒരു മോഡലായിട്ട് കട്ടിൽ കിടക്കുന്നത്. അപ്പോൾ എനിക്ക് തിരിച്ചിടുന്നുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കൂടിയാൽ കൂടില്ല എന്നുള്ളൊരു അത്രയും നല്ല വെയിറ്റ് ഉണ്ട് ഈ കട്ടിലിന്. അപ്പോൾ എന്തായാലും ഇച്ചയും കൂടെയും വരണം. അപ്പോൾ ഇൻഷാല്ലാ അതിനൊരു ദിവസം അതിങ്ങനെ മാറ്റിയിടണമെന്നുണ്ട്. എപ്പോഴും നമുക്കിങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് ഒരു ചേഞ്ചൊക്കെ ഉണ്ടായാലല്ലേ നമുക്കൊരു രസമുള്ളൂ. റൂമിലേക്ക് വരുമ്പോൾ എപ്പോഴും ഇങ്ങനെ കിടക്കണ പറ്റില്ലല്ലോ. ഞങ്ങൾ ഇതേപോലെ ചേഞ്ച് ചെയ്യാറുണ്ട്, പക്ഷേ ഇതുപോലെ വെയിറ്റ് ഉള്ളത് കാരണം എനിക്കൊരാളെയും കൂടെ ഹെൽപ്പ് വേണം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ തന്നെ കിടന്നോട്ടെ എന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ കട്ടിലിൻ്റെ സൈഡിൽ നിന്ന് ഞാൻ തുടച്ച് മാറ്റിയപ്പോൾ കുറച്ച് ഐറ്റംസൊക്കെ അവിടെ നിന്നെടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കണം. പിന്നെ ഇനി നിലം തുടക്കണം. അത് തുടച്ചും കൂടെ എടുത്താൽ നമ്മൾ റൂമിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഞാൻ ഇതൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. വീട്ടിൽ പോയി വന്നാൽ എന്തായാലും ഇച്ചടെ കബോർഡ് മാറ്റേണ്ടി വരും. അപ്പോൾ കബോർഡ് മാറ്റണതിന് മുന്നേ എൻ്റെ കുറച്ച് ഡ്രസ്സുകൾ എടുത്ത് മാറ്റാനുണ്ടായിരുന്നു. വീട്ടിലിടുന്ന ഡ്രസ്സ് കേട്ടോ. അതൊക്കെ കുറച്ച് മാറ്റി കുറച്ച് ചേഞ്ചസ് ഒക്കെ വരാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ആദ്യം ചെയ്ത് എൻ്റെ കബോർഡൊക്കെ കറക്റ്റ് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനിയാണ് എനിക്ക് അടുത്ത ടാസ്ക്. ഇപ്പം ഞാൻ നോക്കുന്നില്ലേ, എൻ്റെ കബോർഡൊക്കെ ഓക്കെ ആയി, എനിക്കിഷ്ടമായി. പക്ഷേ ഇച്ചാടെ കബോർഡ് എനിക്കത് ഉറപ്പായിരുന്നു. ഇച്ചാടെ കബോർഡ് എന്തായാലും ഇങ്ങനെ തന്നെ ആയിരിക്കുന്നത്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച അത്ര വൃത്തികേടൊന്നുമില്ലായിരുന്നു ഇപ്രാവശ്യം. ചിലപ്പിച്ച് വീട്ടിലില്ലാത്തതിൻ്റെ ആവാം. അപ്പം ഇതൊക്കെ ക്ലീൻ ആക്കണം. വീട്ടിലിടുന്ന ഡ്രസ്സായിരിക്കും കേട്ടോ ഓൾമോസ്റ്റ് ഇങ്ങനെയൊക്കെ ചെയ്ത് മടക്കി വെക്കാതൊക്കെ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ബാക്കിയൊക്കെ ഹാങ്കറിലുള്ള കാരണം പിന്നെ ഹാങ് ചെയ്തിടുന്ന കാരണം വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാറില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത് അതൊക്കെ മാറ്റിയെടുക്കാൻ നിന്ന്. ഡ്രസ്സ് വെക്കണതിന് മുന്നേ പേപ്പറുകളൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ അതും മാറ്റാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി പുതിയ പേപ്പറൊക്കെ വെച്ചിട്ട് പിന്നെ ഞാൻ ഡ്രസ്സ് ഓരോന്നോരോന്നായിട്ട് മടക്കി ഒക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ആദ്യമൊക്കെ എനിക്കിതൊരു ഭയങ്കര വലിയ പണി പോലെ തോന്നും, കാരണം വരുമ്പോൾ തന്നെ കബോർഡ് ഫുള്ള് ഇങ്ങനെ നാശാക്കി ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇപ്പം എനിക്കതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് ഓട്ടോമാറ്റിക്കലി എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ പോയി വരുമ്പോഴത്തേന് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് വരുമ്പോൾ തന്നെ ആ ഒരു ദിവസം തന്നെ എനിക്കത് ചെയ്തെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നെക്സ്റ്റ് ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഷർട്ടും കാര്യങ്ങളൊക്കെ ഹാങ് ചെയ്തിടുന്നത് ഞാനൊരു 3 സെറ്റ് ഹാങ്ങറാണ് വാങ്ങിയിട്ടുള്ളത്. പക്ഷെ അതൊന്നും ചിലപ്പോൾ റെഡി ആവില്ല. കാരണം ഒരു ഹാങ്ങറിന് ഉള്ളിൽ 2 ഷർട്ട് 3 ഷർട്ട് അങ്ങനെ ഇട്ട് വെക്കുന്നുണ്ടോ. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ യൂണിഫോം കൂടെ വെച്ചിട്ട് റെഡി ആയിട്ടുണ്ട്. ബാക്ക് ടു നോർമൽ ലൈഫ്. കാലത്തിന് എണീറ്റ് ഓഫീസിൽ പോകുന്നു. അതെ, തിങ്കളാഴ്ച രാവിലെ ഓഫീസിൽ പോകുന്നു. പൊന്നിവിടെ വെള്ളത്തിലും മണ്ണിലും കളിക്കുന്നു അല്ലേ? അതെ, എല്ലാവരും അതെ കൈജത്തം മുരിങ്ങൻ്റെ ഇല എറിയുന്നു, അല്ല നുള്ളുന്നു. ഞാൻ പിന്നെ ആസ് യൂഷ്വൽ വേറെ പണിയൊന്നുമില്ലാണ്ട് വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കുന്നു. സ്കൂളുകാരൊക്കെ ഒന്ന് പൊന്നും ഒന്ന് ഞാനും. ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.